പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോൾ അവളുടെ യൂട്രസിനകത്ത് അത്ഭുതം നടന്നു. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാ. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളുടെ മേൽ നിഴലിട്ടാൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകും. നിങ്ങളുടെ ആകെ കണ്ണു തുറക്കും. മേരിയുടെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവിന്റെ ഉത്തരം കേട്ടോണം. നടക്കാത്ത കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, നടക്കുകയല്ലെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്നാൽ സംഭവിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ സംഭവിക്കും. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ തിരുനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇപ്രകാരം ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ തിരുവനന്തപുരം താബോർ ചർച്ചിൽ വന്ന് ദൈവവചനം പ്രസംഗിപ്പാൻ ദൈവമൊരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് സഭയോട് സഭയുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ്സിനും, വിശേഷാൽ ബഹുമാനപ്പെട്ട നിബൂബ് മാത്സൻ പാസ്റ്റർക്കും എൻ്റെ വന്ദനം, നന്ദി. ഇവിടെ പേരെടുത്ത് പറഞ്ഞ് വന്ദനം പറയേണ്ട ഒത്തിരി പേരുണ്ട്. എന്നാൽ പേര് പറഞ്ഞു വരുമ്പം ചില പേരുകൾ മറന്നുപോകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ക്ഷമിക്കണം. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശമുവേൽ പാസ്റ്റർ ഗാന്ധിധാമിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച്, എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം താമസിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ ഉണ്ട്. അതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദേവദാസന്മാരിൽ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള പ്രിയപ്പെട്ടവരിവിടെയുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. IPCയുടെ പൊതുപ്രവർത്തനങ്ങളിലും ധാരാളം ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന സഹോദരന്മാർ ഇവിടെയുണ്ട്. അവർക്കായിട്ടെല്ലാം ഞാൻ വന്ദനം പറയുന്നു. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. അതിനായിട്ട് ഹൃദയത്തെ ഏകാഗ്രമാക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വിലയേറിയ ദാസൻ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ യോഗം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് പിന്നെയും സംസാരിപ്പാൻ ഇഷ്ടം തോന്നണമേ. വചനത്തെ പ്രകാശിപ്പിക്കണമേ. പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കൃപ തരണമേ. ബഹുനിശ്ചയത്തോടെ സംസാരിപ്പാൻ കൃപ തരണേ. പരിശുദ്ധാത്മാവോടെ സംസാരിപ്പാൻ കൃപ തരണമേ. അതിന്മേൽ ദൈവശക്തി അയക്കണമേ.
യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാനൊരു ദിവസം ഏതോ ഒരു പ്രസിദ്ധീകരണത്തിൽ താബോർ ബൈബിൾ കോളേജിനെ കുറിച്ച് കണ്ടു. അപ്പോൾ ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റി വീട്ടിലിരിക്കുകയാണ്. ഞാൻ യാത്രയിലാണ്. മിക്കവാറും എൻ്റെ ഡ്രൈവർ കം സെക്രട്ടറി എൻ്റെ ഭാര്യ ഗ്രേസിയാണ്. അതുകൊണ്ട് എന്നേക്കാൾ ബിസിയാണ് പുള്ളിക്കാരത്തി. കാരണം എനിക്ക് വീട്ടിൽ വന്നാൽ പിന്നെ വിശ്രമിക്കാം. പുള്ളിക്കാരത്തിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കൊല്ലം റെസ്റ്റ് എടുക്കുകയായപ്പോൾ എനിക്ക് തോന്നി ഈ സമയം ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അങ്ങനെ ദൈവകൃപയാൽ ഈ നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് ഞാൻ അന്വേഷിച്ചു. അങ്ങനെ കിട്ടുകയും മോളും വൈഫും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഉത്സാഹത്തോടെ രണ്ടുപേരും വാശിക്ക് മത്സരിച്ച് പഠിക്കുന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഈ സ്ഥാപനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യാപകരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ച വചനം 1 കൊരിന്ത്യർ 9:23 അതിൽ നിന്നും ഞാൻ പങ്കുവയ്ക്കുന്ന വിഷയം സുവിശേഷത്തിൽ ഒരു പങ്കാളി. ഒന്ന് ചേർന്ന് പറയാമോ? സുവിശേഷത്തിൽ. ഞാൻ പറയുമ്പോൾ നേറ്റു പറയാമോ? സുവിശേഷത്തിൽ ഒരു പങ്കാളി. ആമേൻ. ഇനി നമുക്ക് വചനം വായിക്കാം. 1 കൊരിന്ത്യർ 9:23. ശരിയാണോ? ശരിയാണോ? വായിച്ചത് ശരിയാണ്. അനുഭവത്തിൽ ശരിയാണോ? മിക്ക വാക്യങ്ങളും ഇങ്ങനെയാണ്. അപ്പം നമുക്കിങ്ങനെ വായിക്കാം. സുവിശേഷത്തിലൊരു പങ്കാളിയാകേണ്ടതിന് പൗലോസ് സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാനെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? എന്തിനാ ഒത്തിരി വായിക്കുന്നത്? ഇതിനൊരു പേഴ്സണൽ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഈ പുസ്തകത്തിന് എന്നാ പ്രത്യേകത? നിങ്ങൾക്കൊരറിവ് തരാനല്ല ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, നിങ്ങൾക്കൊരു ഉണർവ് തരാനാണ്. അറിവ് ധാരാളം ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് മിക്കവാറും. ഒരു പുതിയൊരു സാധനം, പുതിയൊരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാനല്ല, ഒരു ഇൻസ്പിറേഷൻ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്. ചങ്കത്ത് കൈവച്ചോണ്ട് വെക്കണ്ട, ഞാൻ പറയുക, ചങ്കത്ത് കൈവച്ചോണ്ട് സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ലുലു എന്ന സ്ഥാപനത്തിൽ ഷെയറുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു 100 കമ്പനിയുടെ പേര് പറയാം, പക്ഷെ എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് പറയുന്നില്ല. അതിനകത്തൊക്കെ ഒരു പങ്കാളിയായാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. ഒത്തിരി ഇൻവെസ്റ്റ്മെന്റും ഒത്തിരി പ്രോഫിറ്റും ഉള്ള കമ്പനിയിൽ ഷെയർ എടുക്കാൻ ആളുകൾക്ക് താല്പര്യമാണ്. സർവശക്തന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോസ്പൽ. ഞാൻ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയും. എളിയ വിനയത്തോടെ പറയുക.
സർവശക്തനായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഗോസ്പലാണ്. പ്രപഞ്ചത്തെ നിർമ്മിക്കാൻ ഒരു വാക്ക്, കാനായിലെ കല്യാണം വീട്ടി വെള്ളം വീഞ്ഞാക്കാൻ ഒരു നോക്ക്, ലാസറിനെ ഉയർപ്പിക്കാൻ 2 വാക്ക്. എന്നാൽ നിന്നെ രക്ഷിക്കാൻ ഒരു വാക്കല്ല, ഒരു നോക്കല്ല, ഒരു ബൈബിളല്ല. അതുകൂടെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഒരു ബൈബിളല്ല, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. 1-2 മിനിറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സുവിശേഷമാണ്. ഈ കമ്പനിയിൽ നിങ്ങൾക്കൊരു ഷെയർ തരാമെന്നാ പറയുന്നത്. എന്താ താല്പര്യമുണ്ടോ? ഈ കമ്പനിക്കൊരു പ്രശ്നമുണ്ട്. മനുഷ്യൻ ഇതിനകത്ത് പങ്കാളിത്തം വഹിച്ചാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. മുതൽ മുടക്ക് മുഴുവൻ ദൈവത്തിനാണ്. പക്ഷെ ഈ വണ്ടി ഓടണേ നമ്മൾ വേണം. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ സുവിശേഷത്തിന് കാലില്ല, ഉണ്ടെങ്കിൽ അത് എൻ്റെ കാലാ. സുവിശേഷത്തിന് കൈയില്ല, ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യാ. സുവിശേഷത്തിന് ചെവിയില്ല, അത് നിന്റെ ചെവിയാ. സുവിശേഷത്തിന് കണ്ണില്ല, അത് നിന്റെ കണ്ണാ. വിശദമാക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ ആസിയിൽ വചനം പ്രസംഗിക്കാനായിട്ട് ഒരു ടീമായിട്ട് പോകുമ്പോൾ തൻ്റെ അന്തരാത്മാവിലൊരു ശബ്ദം കേട്ടു, മതി, ഇവിടുത്തെ പ്രസംഗം നിർത്തിക്കോ. അങ്ങനെ ദൈവം ഇന്ന് സംസാരിക്കുമോ? സംസാരിക്കും. ആരോട് സംസാരിക്കും? സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവരോട്. പൗലോസിനോട് ആര് സംസാരിച്ചു? ഹോളി സ്പിരിറ്റ് സംസാരിച്ചു. ആരും ട്യൂൺ ചെയ്യാത്തതുകൊണ്ടാണ്. ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിടത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്ത് കൊല്ലം മുമ്പ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു. ഒരിക്കലും സുവിശേഷം പ്രസംഗിക്കാത്ത ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ കൂടുതൽ സമയം മാറ്റിവെക്കണം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ കുറയ്ക്കുകയാണ്. പിന്നെ ചില സ്നേഹിതരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് പോകുന്നേ ഉള്ളൂ. താങ്ക് യു ജീസസ്. പൗലോസ് ഇങ്ങനെ ആസിയിൽ നിൽക്കുമ്പോൾ ഫ്രിഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടെ കിടന്ന് അടുത്തൊരു പ്ലേസിൽ പ്രസംഗിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ്, എൻ്റെ ഭാഷ പറയുക, വട്ടം കയറി പിടിച്ചു. നോ. ദൈവാത്മാവ് ഒരു കാര്യം വിലക്കിയാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? എവിടെയോ എന്തോ തുറക്കാൻ പോകുന്നുണ്ട്. അവനൊരു വാതിൽ അടച്ചാൽ അവനൊരു വാതിൽ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്ക് സമയമെടുത്തു. അതവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അതാ സത്യം. എടുത്തപ്പോൾ
പായിട്ടിരുന്ന് കൈകൊട്ടി പ്രാർത്ഥിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ആത്മാവിലിങ്ങനെ ജാഗരിച്ചു. അപ്പോൾ ഒരു കാഴ്ചയും ഒരു കേൾവിയും, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഉണ്ടല്ലോ. ഓരോ നാട്ടിലെ മനുഷ്യർക്ക് ഓരോ ഷേപ്പുണ്ട്, ശരിയല്ലേ? ഉണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകളെ ബഹുഭൂരിപക്ഷം കണ്ടാൽ ആ കൺട്രിയാണ്, ആ ഭൂഖണ്ഡമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഇവിടുന്നുള്ളവരെ കണ്ടാൽ മറ്റുള്ളവർക്കും മനസ്സിലാവും. അപ്പം മാസിഡോണിയ അതേപോലത്തെ ഷേപ്പുള്ള ഒരു മനുഷ്യനെ കാണുക, കാഴ്ച. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു കേൾവി, പ്ലീസ് കം ആൻഡ് ഹെൽപ്പ് us. സുവിശേഷത്തിന് കണ്ണില്ല, ഉണ്ടെങ്കിൽ ആ കണ്ണ് നിന്റെയാ. സുവിശേഷത്തിന് ചെവിയില്ല, ഉണ്ടെങ്കിൽ ആ ചെവി നിന്റെയാ. ആരെങ്കിലും ഞങ്ങളെ വന്ന് സഹായിക്കണമെന്ന് പറയുന്ന സുവിശേഷത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇന്ന് രാത്രി ചിലരുടെ കാതുകളെ ദൈവം തുറക്കട്ടെ, ചിലരുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. അത് മാസിഡോണിയ വരെ പോകണ്ട, ഇവിടെയൊക്കെ ആവശ്യക്കാർ കാണുമെന്നേ, ആവശ്യക്കാർ കാണും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസ് ആ ശബ്ദം അന്ന് കേട്ടു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 6 മുതൽ വായിച്ചു വരുമ്പോൾ, അങ്ങനെ ഞങ്ങൾ മക്കദോന്യ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. വിളി കൺഫേം ചെയ്യുന്നത് ഇങ്ങനെയാ. വിളിയുള്ള പലരുണ്ട്, തിരിച്ചറിയാതിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ. നിശ്ചയിച്ചു. അടുത്ത വാചകം, അങ്ങനെ ഞങ്ങൾ കപ്പൽ നീക്കി. ഓട്ടോറിക്ഷ തിരിക്കുന്ന പോലെ കപ്പൽ തിരിയത്തില്ല കേട്ടോ. എനിക്ക് എൻ്റെ വണ്ടി ഇങ്ങോട്ട് വരുന്ന വഴി അങ്ങോട്ട് തിരിയെന്ന് പറയാൻ പാസ്റ്റർ ബൈജു മാത്രം വിചാരിച്ചാൽ മതി. കപ്പൽ തിരിയണമെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കണം. പല സ്റ്റാഫുണ്ട് അതിനകത്ത്, അവരെ എല്ലാം കൺവിൻസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ കപ്പൽ നീക്കി. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക. കാരണം എന്താ? കേട്ട ദൈവശബ്ദമാണ്. ആ ഒരു സ്റ്റെപ്പ് അന്ന് വെച്ചത് കൊണ്ട് യൂറോപ്പ് മുഴുവനും സുവിശേഷീകരിക്കപ്പെട്ടു. അത്ഭുതം കേൾക്കണോ? സിസ്റ്റർ ലിഡിയ ഒരു ഹോള് തന്നെ പണിതിട്ടിരിക്കുകയായിരുന്നു ഫിലിപ്പിയ പട്ടണത്തിൽ. 1, 2, 3, 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ചോദിക്കുക, എൻ്റെ വീട്ടിൽ സഭായോഗം നടത്തുന്നതിന് കുഴപ്പമുണ്ടോ? ഇതിവിടെ വർഷങ്ങളായിട്ട് ആലയം പണിയാൻ പിരിവെടുക്കുന്ന എത്രയോ പേരുണ്ട്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഒരു സ്റ്റെപ്പ് വെച്ചാൽ പണിതിട്ട ആലയം നിനക്ക് വേണ്ടി തുറന്നു വരും. പക്ഷെ സ്റ്റെപ്പ് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. താങ്ക് യു ജീസസ്. ചില പുതിയ സ്റ്റെപ്പ് വയ്ക്കാൻ താബോർ സഭയ്ക്ക് ദൈവം 2026 അവസരമുണ്ടാക്കട്ടെ. ഈ സെന്ററിന് അവസരമുണ്ടാക്കട്ടെ. പുതിയ സ്റ്റെപ്പുകൾ, സുവിശേഷത്തിന് വേണ്ടി പുതിയ സ്റ്റെപ്പുകൾ. സുവിശേഷത്തിന് വേണ്ടി പുതിയ സ്റ്റെപ്പുകൾ. ഒന്ന് കണ്ണടയ്ക്കാമോ? 1 മിനിറ്റ് കേട്ട എത്രയൊന്ന് പ്രാർത്ഥിക്കാം. വെറും 2 മിനിറ്റ്. മറ്റുള്ളവരെ നോക്കരുത്, സ്വയം അകത്തേക്ക് നോക്കിയിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കൈ ഉയർത്തി പിടിച്ചിട്ട് കർത്താവേ, സുവിശേഷത്തിന് വേണ്ടി ചില പുതിയ സ്റ്റെപ്പ് വെക്കാൻ എന്നെ സഹായിക്കണേ.
എൻ്റെ സഭയെ സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലോ വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. 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 നിനക്കായി കരുതൂ കഷ്ടങ്ങളിൽ. പറഞ്ഞുപോയ കാര്യം ഒന്ന് വായിച്ചേക്കാം. കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക്, ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം വരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16:11. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി ഫിലിപ്പിയിൽ വരെ എത്തി. ഇത് മാസിഡോണിയയുടെ ആ പ്രദേശത്തെ പ്രധാന പട്ടണമായിരുന്നു. അവിടെ ചെല്ലുന്നു. സുവിശേഷത്തിന് വേണ്ടി ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നേരിടുന്നു. എങ്ങനെ എവിടെ തുടങ്ങാൻ? അന്യനാട്ട്, പരിചയക്കാരുമില്ല. ഞങ്ങൾ ഒരു ശബത്ത് നാളിൽ വെളിയിലോട്ടിറങ്ങി. എവിടെയെങ്കിലും വല്ല യഹൂദന്മാരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സിനഗോഗുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാണാതെ വന്നു. പുഴവക്കത്തിരുന്നു. പുതിയ സ്റ്റെപ്പ് വെക്കുക. പുതിയ സ്റ്റെപ്പ്. ആരാ? ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പ്രഭാഷകൻ. എവിടെ ഇരിക്കുക? പുഴവക്കത്തിരിക്കുക. നമ്മൾ വലിയൊരു കണ്ടാ കൈ കൊടുത്തിട്ട് പ്രോഗ്രാം ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചേനെ.
കാലം മാറിയ മാറ്റമേ. ഒരു പ്രോഗ്രാമും ഇല്ല പൗലോസിന്. പുഴയൊക്കെ തിരിക്കുകയാണ്. അവിടെ വന്ന സ്ത്രീകളോട് സംസാരിച്ചു. കാരണം പുരുഷന്മാരില്ല കേൾക്കാൻ. ഉള്ളവരോട് പറയാം. എല്ലാ കാലത്തും കുറച്ച് സഹോദരിമാർ കേൾക്കാനുമുണ്ട്, പ്രാർത്ഥിക്കാനുമുണ്ട്, കരയാനുമുണ്ട്, ഹല്ലേലൂയ പറയാനുമുണ്ട്. അതുകൊണ്ടാ ഈ സഭയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നാണെങ്കിലും ഭൂരിപക്ഷം സഹോദരിമാർക്കാണ്. മിക്കവാറും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ഹൃദയം തുറന്നു. അങ്ങനെയാണെങ്കിൽ പറയാത്ത ഒരു കാര്യം അവിടെ ഉണ്ട്. പ്രസംഗിക്കുന്ന ആളുകൾ കർത്താവ് ഹൃദയം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് പ്രസംഗിക്കണം. നമുക്കൊന്നും ആരുടെ ഹൃദയം തുറക്കാനും നോക്കിയല്ല. ഹൃദയത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ തുറന്നു. അവള് സ്നാനപ്പെട്ടു. ഹൃദയം കർത്താവ് തുറന്നപ്പോൾ വീട് അവൾ തുറന്നു. ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം ദൈവം തുറന്നാൽ അവരുടെ വീടുകൾ സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെടും. അത് 2026 പുതുതായിട്ട് ഇനിയും തുറക്കപ്പെടട്ടെ. ഒരു തുറവിയുടെ വർഷം, ദ ഇയർ ഓഫ് ഓപ്പണിംഗ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിഷയത്തിൽ തിരിച്ചു വരാം. ഈ ഫിലിപ്പിയൻ ചർച്ച് പിന്നീട് എന്ത് ചെയ്തു എന്നറിയാവോ? തെസ്സലോനിക്ക ലേഖനം അല്ല, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം ഞാൻ വായിക്കാം. ഫിലിപ്യരേ, സുവിശേഷഘോഷണത്തിന്റെ ആരംഭത്തിങ്കൽ ഞാൻ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. അപ്പൊ ഫിലിപ്പിയൻ ചർച്ച് ഒരു മിഷണറി ചർച്ചായി മാറി. ഫിലിപ്പിയൻ ചർച്ചിൽ നിന്ന് ഒരു ചർച്ച കൂടി ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഒരു ചർച്ച കൂടി ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഒരു ചർച്ച കൂടി ആരംഭിച്ചു. ചർച്ചിന്റെ ഫണ്ട് മിഷന് വേണ്ടിയുള്ളതാണ്. മിഷന് വേണ്ടിയുള്ളതാണ്. ചർച്ച് വളരുന്നതനുസരിച്ച് ആലയവും സംവിധാനങ്ങളും വേണം. എന്നാൽ ആർഭാടം വേണ്ട. മിഷൻ അത്ര വലുതാണ്. മിഷൻ അത്ര വലുതാണ്. കൊയ്ത്ത് വളരെയുണ്ട്. സ്തോത്രം. എന്നെ ഒന്ന് കേൾക്കണേ, വളരെ വിനയത്തോടെ പറയുക. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമില്ലാത്ത പ്രേരണയുടെ മുൻപിൽ പൗലോസ് എന്ന ശക്തനായ മിഷണറി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ എത്ര സഭയുണ്ടായി? താബോർ ചർച്ച് ചില പുതിയ സ്റ്റെപ്പ് വെക്കുന്ന വർഷമായി 2026 തീരട്ടെ. സഭയുടെ ഉത്തരവാദിത്വത്തിൽ ഒരാളെ ദൈവം നിർത്തുന്നത്
ദൈവത്തിൻ്റെ പരമാധികാരം ഉപയോഗിച്ചിട്ടാണ്. അതിനകത്ത് സംഘടനയ്ക്കൊക്കെ വലിയ പങ്കൊന്നുമില്ല, ചെറിയൊരു പങ്കുണ്ടെങ്കിലും ദൈവമാണ് അതിൻ്റെ പുറകിൽ. ഉത്തരവാദിത്വത്തിൽ നിന്നെ ആക്കിയത് നീ ദൈവശബ്ദം കേൾക്കാനും സുവിശേഷത്തിന് വേണ്ടി പുതിയ സ്റ്റെപ്പ് വയ്ക്കാനുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് സുവിശേഷത്തിനാണ്. ദൈവം അതിനു വേണ്ടി എന്തു മുടക്കി? യോഹന്നാന്റെ സുവിശേഷം 3:16 സുവിശേഷത്തിലൊരു പങ്കാളി എന്ന വിഷയത്തിലേക്ക് വരികയാണ്. യോഹന്നാൻ 3:16 വായിക്കാമോ? പതുക്കെ നിർത്തി. ദൈവം തൻ്റെ പുത്രനെ നൽകി. അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. പുത്രൻ എന്ത് നൽകി? നിങ്ങൾക്കറിയാം. തൻ്റെ ജീവൻ നൽകി, തൻ്റെ രക്തം നൽകി, എല്ലാം നൽകി. പുത്രൻ തൻ്റെ കംഫർട്ട് സോൺ വിട്ടു, പിതാവിൻ്റെ സന്നിധി വിട്ടു, പിതാവിൻ്റെ മടി വിട്ടു. പാപവും ശാപവും അപമാനവും പരിഹാസവും നിറഞ്ഞ ലോകത്തിലേക്ക് വരുവാൻ മനസ്സായി. പാട്ടുകാരൻ ഇങ്ങനെ എഴുതി: മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. നിനക്കീ വേദന വരുത്തി വെച്ചതി നീജന്യാനയോ. നിനക്കീ വേദന വരുത്തി വെച്ചതി നീജന്യാനയോ. മതി. മനസ്സോടെ ഈ ശാപഭൂമിയിലോട്ട് വരാൻ കർത്താവ് ആഗ്രഹിച്ചു. ശ്രദ്ധ പോകാതെ എൻ്റെ കൂടെ വരണേ പ്ലീസ്. 40-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ മുതൽ മുടക്ക് നിങ്ങളുടെ ഉള്ളിലൊന്ന് പ്രവേശിപ്പിക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഞാൻ വായിക്കാം. 40-ാം സങ്കീർത്തനം 5-ാം വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഇത്രയും ഭാഗം നമ്മൾ എടുത്തിട്ട് നമുക്ക് കിട്ടിയ രോഗസൗഖ്യം, സാമ്പത്തികം, ജോലി, പിള്ളേരുടെ കല്യാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുകയും സാക്ഷി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വചനത്തിന് അങ്ങനെയുണ്ട് ഒരു വശം. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. അതെന്തുവാ? അത് ഒത്തിരിയുണ്ട്. കുഞ്ഞിനൊരസുഖം വന്നു, പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. അന്നേരം ഈ വാക്യം പറയാവോ? പറയാം. കാറൊരു അപകടത്തിൽപ്പെട്ടു, വണ്ടി പോയെങ്കിലും ആൾക്കൊന്നും പറ്റിയില്ല, പോറല് പോലും ഏറ്റില്ല.
ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങൾ എന്ന് പറഞ്ഞെന്നോർത്ത് തെറ്റില്ല. പക്ഷെ അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കാവോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് കാണിക്കട്ടെ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. വിഷയം മാറുന്ന കണ്ടോ? ഇതൊരു യാഗത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, ഞാൻ പ്രിയപ്പെടുന്നു. ഇതിന്റെ അർത്ഥം നമ്മളെക്കാളൊക്കെ നന്നായിട്ട് അറിയാവുന്ന പൗലോസ്ലീഹ പറയുന്നുണ്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. എബ്രായർ 10:5. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിലെ സാധനം പൗലോസ് ഒന്ന് മാറ്റി. കേൾക്കുന്നുണ്ടോ? അങ്ങനെ മാറ്റാവോ? ഭാഷ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഇത് എഴുതുന്നത്. അപ്പം മൂലഭാഷയിൽ നിന്ന് എടുത്തിട്ട് എഴുതുകയാണ്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. അതാണ് ബേത്ലഹേമിലെ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശരീരം. ഹലോ, ദൈവം ആത്മാവാകുന്നു. ദൈവത്തിന് ശരീരമില്ല, യേശുവിന് മാത്രമേ ശരീരമുള്ളൂ. അത് ഒരുക്കപ്പെട്ട ശരീരമാണ്. അതിനാരംഭമുണ്ട്. ദൈവത്തിന് ആരംഭമില്ല, ശരീരത്തിന് ആരംഭമുണ്ട്. ഇത് കൃത്യമായ വേദശാസ്ത്രമായി പറയുന്നത്. അത് ഒരുക്കപ്പെട്ട ശരീരമാണ്, ഉത്ഭവിച്ചതല്ല, സ്വയംഭൂ അല്ല. ഒരുക്കി. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. ഇത് നിത്യതയിൽ നടന്ന കാര്യമാ. യേശു പറയുക, ഞാൻ വരാം, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങുവാൻ. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? യേശു പറഞ്ഞു, ഞാൻ പോകാം. സുവിശേഷത്തിന്റെ മുതലുമുടക്കായി പറയുന്നത്. പിതാവ് ഒരു വ്യക്തിയാ, പുത്രൻ ഒരു വ്യക്തിയാ. പുത്രൻ പറയാ, ഐ ആം റെഡി ടു സേവ് ദ പീപ്പിൾ. ഞാൻ പോകാം. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട്. ബാക്കി ഞാനിപ്പോൾ വായിക്കുന്നില്ല, അത് വേറെ വിശദീകരണം ആവശ്യമുള്ള വാക്യമാണ്. അങ്ങനെ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇൻവെസ്റ്റ്മെന്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിതാവ് പുത്രനെ നൽകി, പുത്രൻ സ്വമനസാലെ മനുഷ്യ ശരീരം സ്വീകരിച്ചു. ഈ കഷ്ടപ്പാട്, ഈ വേദന, ഈ പീഡനം, ഈ തുപ്പല്, ഈ അപമാനം സഹിക്കാൻ യേശു വില്ലിങ്ങായി. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ കർത്താവ് സുവിശേഷത്തിന് വേണ്ടി, അഥവാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ രക്തം മുഴുവനായി ഊറ്റിത്തന്നു.
സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. യേശു പൊളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ പിതാവ് മുഴുവനായിട്ട് നമുക്ക് വേണ്ടി തന്നു. യോഹന്നാന്റെ സുവിശേഷം 16. നിർത്തി ഒന്ന് വായിക്കാമോ? 7, 8, 9, 10. അത് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം, ഇതുവരെ പറഞ്ഞത് സത്യമല്ലേ? അങ്ങനെയാ പുസ്തകം പഠിക്കുന്നത്. അതിന് ഗ്രീക്ക് പഠിച്ചില്ലേലും പഠിക്കാം, സിമ്പിളായിട്ട് പഠിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയാൻ പോണത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വായിച്ചേ. അവിടെയാണ്, അതിനാണ് വരയിടേണ്ടത്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെല്ലുന്നത് കൊണ്ടാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റാ പറയുന്നത്. അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ ഇപ്പോഴും നിർത്താതെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി 24/7 പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ പക്ഷപാതം ചെയ്യുക. ഞാൻ ഇന്നലെ രാത്രി 25 ഹിന്ദി സംസാരിക്കുന്ന പിള്ളേരോട് ഈ സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇന്നലെ ഈ മാസത്തിൽ നടന്ന മീറ്റിങ്ങിൽ ഏറ്റവും സന്തോഷം തോന്നിയ മീറ്റിംഗാണ്. അത് പ്ലാൻഡ് മീറ്റിംഗ് അല്ല. ഇന്നലെ ഞങ്ങളുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അത് ചേപ്പാടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു അക്കോമഡേഷൻ ക്രമീകരിക്കണം. എനിക്ക് പിറ്റേ ദിവസം തിരുവനന്തപുരമാണ്. പകുതി വഴി ഇഞ്ഞ് വന്നല്ലോ, അപ്പോൾ അവിടെ ഒന്ന് വിശ്രമിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വന്നാൽ പോരെ. അത് ക്രമീകരിച്ച് അത് ഒരു ചെറിയ ബൈബിൾ സ്കൂളിലാണ്. അപ്പോൾ ഞാനവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വൈകിട്ടൊരു ചെറിയ മീറ്റിങ്ങിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, എല്ലാ കുഴപ്പം, അതിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അല്ല, മുൻകൂട്ടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മുൻകൂട്ടി പറഞ്ഞില്ലല്ലോ ആരോടും. പൗലോസിനോടൊന്നും പറഞ്ഞില്ലല്ലോ. കാലം മാറിയ ഫാഷനല്ലേ ഇതൊക്കെ. 24 മണിക്കൂർ സുവിശേഷം പറയാനല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിനെന്നാ ഒരുങ്ങാനുള്ളേ? എന്നിട്ട് പറഞ്ഞു, അവർ നേപ്പാളിൽ നിന്നൊക്കെ ഉള്ളവരാ. ഞാൻ പറഞ്ഞു, എന്നാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നേപ്പാൾ വരെ പോണേ എന്തോ ഒരു കഷ്ടപ്പാട്. ഭയങ്കര സൗകര്യമാണ്. ഇപ്പം നോർത്ത് ഇന്ത്യക്കാർ ഇങ്ങോട്ട് വന്നിരിക്കുക. കാരണം നിങ്ങൾ പോടില്ലല്ലോ. നിങ്ങൾ പത്തനംതിട്ട ജില്ല വിട്ട് മാറുകയല്ലോ. നിങ്ങളുടെ വേല മുഴുവൻ അവിടെയല്ലേ. അതിന് ദൈവം അവരെ മുഴുവൻ പായിപ്പാട്ടേക്ക് ഇറക്കിയിരിക്കുക. ഏറ്റവും കൂടുതൽ പേര് പായിപ്പാടാണ് സാറേ. ആ മാവിൻ ചോട്ടി നിങ്ങോട്ട് ഇറങ്ങിയാൽ മതി ട്രാക്ട് കൊടുക്കാൻ. ചർച്ചിനകത്തെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ നേപ്പാളിൽ പോകാൻ പല പ്രാവശ്യം പോയിട്ട് ആരോഗ്യ പ്രശ്നം കാരണം ഇനി തിരിച്ചു പോന്നു. ബീഹാർ വരെ പോകും, പുറത്തേക്ക് പോയില്ല. കാരണം അവിടുത്തെ യാത്ര ഭയങ്കര ക്ലേശമാണ്. എന്നാലും പോകുന്നുണ്ട് അടുത്ത ദിവസം. അങ്ങനെ ഇന്നലെ 7 മണി മുതൽ 8 മണി വരെ അവരോട് സംസാരിച്ചു. ആ കുട്ടികൾക്ക് വേണ്ടി എല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ ചിലർ ആത്മാവിൽ നിറഞ്ഞു. അവർ ചിലരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഞാൻ കണ്ടു. എന്നാ സന്തോഷമെന്നറിയോ?
എന്നെ സന്തോഷമെന്നറിയാം. ഇത് ചുമ്മാ ഇതൊരു ജോലിയാണോ? ഇത് ഈ ജോലി തന്നെ രണ്ടു വിധത്തിൽ ചെയ്യാം. ഷാർജ വെച്ച് ഞാനൊന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. നെഞ്ചുവേദനയാണെന്നും ശ്വാസം മുട്ടലാണെന്നും ഒക്കെ പറയുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഉള്ളിലറിയാം എനിക്കൊരു പ്രശ്നമില്ല. എന്തോ ഒരു ചെറിയൊരു പോരാട്ടമാണ്. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ പ്രസംഗം നടന്നില്ല. അന്ന് കേരളത്തിൽ നിന്ന് വന്ന മറ്റൊരു ദൈവദാസൻ പ്രസംഗിച്ചു. ഞാൻ ആശുപത്രി കിടക്കുക. അപ്പം ഈ ഹാർട്ടെന്ന് പറഞ്ഞ് ചെന്നാൽ പിന്നെ ഉണ്ടല്ലോ ഭയങ്കര കെയറാണെങ്കിലും ഭയങ്കര ഭീഷണിയുമാണ്. അനങ്ങിപ്പോകരുതെന്ന് പറഞ്ഞു. എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരു അസുഖവും ഇല്ല. ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ പോകാനൊക്കെയല്ല. ഇതെല്ലാം നമ്മുടെ ഒരു തെറ്റായ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പം നിവൃത്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പ്രശ്നമില്ല. പ്രശ്നമുണ്ടെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അയ്യോ, ഇവരാണോ തീരുമാനിക്കുന്നത്? ഇവിടെയൊക്കെ ഡോക്ടർമാർ ഇരിപ്പുണ്ടാവും, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. എല്ലാം പറയാൻ ഇപ്പോൾ പോയ സമയം പോകും. അങ്ങനെ ഞാൻ രാത്രി ഇങ്ങനെ ശ്വാസം പിടിച്ച് കിടക്കുക. എവിടെയാ? ICU. വടക്കഞ്ചേരിക്കാരനൊരു അച്ഛൻ പ്രസംഗിക്കുന്നില്ലേ, ICU. അവിടെ ചെല്ലുമ്പോഴാണ് ദൈവത്തെ കാണുന്നതെന്ന്. അങ്ങനെ ഞാൻ കിടക്കുക. എൻ്റെ അപ്പുറം ഇപ്പുറമുള്ളവരെല്ലാം യാത്ര പറഞ്ഞ് കഴിഞ്ഞവരാ, തീരുമാനമായതാ. അതുങ്ങളെല്ലാം കിടന്ന് ശ്വാസം കിട്ടാതെ നേഴ്സിനെ വിളിക്കുക. ആ നേഴ്സ് അവിടെ കുത്തിയിരിക്കുക, തിരിഞ്ഞു നോക്കുന്നില്ല. എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ വന്നു. കാരണം എൻ്റെ 2 മക്കൾ നേഴ്സുമാരാ. കൃത്യം 6 മണിയായപ്പോൾ വേറൊരു കൊച്ചി കയറി വന്നു, ഡ്യൂട്ടി മാറി വരിക. അവൾ വന്ന വഴി എല്ലാ പേഷ്യൻ്റെ അടുക്ക് ചെന്നേച്ച് പറഞ്ഞു, അപ്പച്ചാ ഞാനിവിടെ ഉണ്ട്, എന്ത് വിഷമമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. അപ്പോഴേ അപ്പച്ചൻ്റെ അസുഖം മാറി. അപ്പം അങ്ങനെയും ജോലി ചെയ്യാം, ഇങ്ങനെയും ജോലി ചെയ്യാം. 2 പേർക്കും ഒരേ ശമ്പളം. ഈ ദൈവവചനമൊക്കെ എന്നൊക്കെ പറഞ്ഞാലേ ഒരു ദിവസം പ്രസംഗിക്കാൻ അവസരം കിട്ടുള്ളൂ എന്ന് ഓർത്ത് വേണം പറയാൻ. ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് ഉണ്ടോ? ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സന്ദേശം ഉണ്ടോ? യേശു പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, നിങ്ങളുടെ ജോലി തീർന്നു, എൻ്റെ ജോലി തീർന്നിട്ടില്ല. ഞാൻ കുരിശിൽ മരിച്ചു, നിങ്ങൾ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. പക്ഷെ എൻ്റെ ജോലി തുടരുകയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്താലേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇൻവെസ്റ്റ്മെന്റാ പറഞ്ഞു വരുന്നത്. നമ്മൾ 16-ലല്ലേ നിൽക്കുന്നത്. ബാക്കി വായിച്ചോ. മൂന്നാമത്തെ വ്യക്തിയും ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ പോകുന്നത് വേറൊരാളെ അയക്കാനാണ്. ആള് പരിശുദ്ധാത്മാവാണ്. ആ ആളെക്കുറിച്ച് യോഹന്നാന്റെ വ്യാഖ്യാനം പാരക്കലിത്തോസ് എന്ന വാക്കാണ്. കാര്യസ്ഥൻ. 6 വാക്കുകളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കംഫർട്ടർ, കൗൺസിലർ, അഡ്വക്കേറ്റ്, സ്റ്റാൻഡ് ബൈ, സ്ട്രെങ്തനർ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ വരും. എന്തിനാ? നിങ്ങളുടെ രക്ഷ പൂർണ്ണമാക്കാൻ. അവൻ എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് സഭയ്ക്ക് ബോധപ്പെടുത്തുമെന്നാണോ? ലോകത്തിന്. എന്താ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ പോകുമ്പോൾ വിഷയം മാറി മാറി സമയം അങ്ങ് പോകും. സുവിശേഷം ഒരാൾ പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ കേൾവിക്കാരന് പാപബോധം ഉണ്ടാവും. അത് ഞാനും കേൾവിക്കാരനും മാത്രമല്ല, തേർഡ് പേഴ്സൺ ഹോളി സ്പിരിറ്റ് അവിടെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ സുവിശേഷത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടോ?
അത്രയും ആ ഭാഗത്ത് പറയുന്നുള്ളൂ. തിരിച്ചു വരാം. പൗലോസ് പറയുകയാണ്, ഇത്രയും അധികം മുതൽ മുടക്കുള്ള സുവിശേഷത്തിൽ എനിക്കൊരു പങ്കാളിയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയധികം മുതൽ മുടക്കുള്ള സുവിശേഷത്തിൽ എനിക്കൊരു പങ്കാളിയാകണം. സ്തോത്രം. പൗലോസിന് ഒരാഗ്രഹം, ഇതിലൊരു പങ്കാളിയാകണം. ഇന്ന് രാത്രി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? എനിക്കിതിലൊരു പങ്കാളിയാകണം. എത്ര അധമ പാപിയെയും രക്ഷിക്കുന്ന സുവിശേഷം, എത്ര തകർന്നവനെയും പുതുക്കിപ്പണിയുന്ന സുവിശേഷം, എത്ര നിരാശപ്പെട്ടവനെയും ഉദ്ധരിക്കുന്ന സുവിശേഷം, ആർക്കും വേണ്ടാത്തവനെ പണിതെടുക്കുന്ന സുവിശേഷം, ഒരു മനുഷ്യനെ പുത്തനാക്കുന്ന സുവിശേഷം. ഇത് പ്രസംഗിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് പ്രസംഗിക്കുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി, നിങ്ങൾ മേടിച്ച ബാറ്ററി, അതിൻ്റെ ആ കറക്റ്റ് ലോക്കിലൊട്ടിടുമ്പോഴേ കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ. സുവിശേഷം പ്രസംഗിച്ചാൽ അത് ദൈവശക്തിയാണ്. ഒന്നുകൂടെ പറയാം, സുവിശേഷം പ്രസംഗിച്ചാൽ അത് ദൈവശക്തിയാണ്. ആര് പ്രസംഗിക്കും? ദൂതന്മാർ പ്രസംഗിക്കത്തില്ല. മനുഷ്യർ, രക്ഷിക്കപ്പെട്ടവർ പ്രസംഗിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകണം എന്ന് എത്ര പേർ തീരുമാനിക്കും? ആമേൻ. ഞാൻ ഇനിയുള്ള സമയം കൊണ്ട് സുവിശേഷത്തിൽ പങ്കാളിയായ 7 പേരെ കാണിക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട. ഒന്നാമത്തെ ആള് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. സുവിശേഷത്തിൽ പങ്കാളിയായ 7 പേരെ കാണിക്കാം. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പ എന്തുള്ളു ഞാനപ്പനെ, നിന്റെ ഉദ്ധരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. ശത്രുവമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇതരയിലൊരു മർത്യനുമില്ലാതൃഢം ദേവാ. ഇത്ര മഹാസ്നേഹം ഇതരയിലൊരു മർത്യനുമില്ലാതൃഢം. മതി. സുവിശേഷത്തിൽ മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഈ മഹത്തായ രക്ഷാമാർഗത്തിൽ പങ്കാളിയായ ഒന്നാമത്തെ വ്യക്തി ഒരു സ്ത്രീയാണ്.
ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ. ഇനി ഞാൻ സമയം ലാഭിക്കാൻ പറയട്ടെ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത, എൻഗേജ്മെന്റ് മാത്രം നടന്ന ഒരു വനിതയുടെ കിടപ്പുമുറിയിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. അവൾ ഞെട്ടി ഭയപരവശയായി. തികച്ചും അപ്രതീക്ഷിതം. അവൾ വല്ലാതെ വിഷമിച്ചു. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അടുത്ത വാചകം ഒരു പെൺകുട്ടിയെ തകർക്കുന്ന വാക്കാണ്, നീ ഗർഭവതിയാവും. അവൾ സാധാരണ സ്ത്രീകളെക്കാളൊക്കെ ഡബിൾ മെച്ചുറാണ്, അല്ലെങ്കിൽ അന്നേരം പൊട്ടിത്തെറിക്കും. എന്ത് അനാവശ്യമാ നിങ്ങൾ ഈ പറയുന്നേ ചോദിക്കല്ലേ? എന്നെ മെച്ചുറന്ന് നോക്കിയ ലേഡി മിണ്ടിയില്ല. ദൂതൻ പറഞ്ഞ് കുത്തിട്ടപ്പം, സാറേ ഒരു ഡൗട്ടുണ്ട്, എൻ്റെ എൻഗേജ്മെന്റേ നടന്നിട്ടുള്ളൂ, നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കുകയില്ല. അതിനൊരു ഇമ്പോസിബിലിറ്റി മാത്രമല്ല ഉള്ളത്, അതിനൊരു നിയമസാധ്യതയുമില്ല. ഞാനങ്ങനെ ഗർഭിണിയായാൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലുകയല്ലേ? അതാണ് അവൾ പറഞ്ഞത്. അതെങ്ങനെ സംഭവിക്കും? പ്രമാണം എഴുതിയ ആൾ ഇപ്പൊ പ്രമാണം ലംഘിക്കുക. അവൾ പേടിച്ചുപോയി. പക്ഷെ ദൂതന്റെ മറുപടി കേൾക്കണോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർക്ക് നിഴലിടുകയല്ല, നിറഞ്ഞു കവിയുന്ന അനുഭവം. നിഴലിട്ടാൽ ഗർഭപാത്രത്തിൽ അത്ഭുതം നടക്കുമെങ്കിൽ നിറഞ്ഞു കവിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും? എപ്പോഴാ പരിശുദ്ധാത്മ നിറവ് ഉണ്ടാകുന്നേ? പറയട്ടെ, കേൾക്കാവോ? എന്നാ ഇങ്ങോട്ട് നോക്കിയേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഉണ്ടാവും. അപ്പോസ്തലപ്രവൃത്തി 2 അതിന്റെ തെളിവാ. 4:31 അതിന്റെ തെളിവാ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എങ്ങനെ കുലുങ്ങി? പരിശുദ്ധാത്മാവ് വന്നപ്പോ കുലുങ്ങി. ഹല്ലേലൂയ! ഒന്ന് കുലുങ്ങിയിട്ട് എത്ര നാളായി? എത്ര നാളായി? നമ്മുടെ പണ്ടത്തെ പേരെന്നറിയോ? തുള്ളാൻ പോണോരെന്ന. ഇപ്പൊ വെറുതെ ആളുകൾ തോണ പറയുന്ന, ഇവിടെ ആരും തുള്ളുന്നില്ല, കൈകൊട്ടുന്ന പോലും ഇല്ലല്ലോ. ഉണ്ടോ? നമ്മൾ വളരെ ഡീസന്റ് ആയില്ലേ ഇപ്പൊ? പിന്നെ എന്തെങ്കിലും ഒരു ഒച്ച വെക്കണേ, ജൽബോഡി വരണം. പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോൾ അവളുടെ യൂട്രസിനകത്ത് അത്ഭുതം നടന്നു. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളുടെ മേൽ നിഴലിട്ടാൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകും. നിങ്ങളുടെ ആകെ കണ്ണു തുറക്കും.
മേരിയുടെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവിന്റെ ഉത്തരം കേട്ടോണം. നടക്കാത്ത കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, നടക്കുകയല്ലെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്നാൽ സംഭവിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ സംഭവിക്കും. പരിശുദ്ധാത്മാവ് എന്നെ ആ വഴിക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ മേൽ വരാൻ എന്ത് ചെയ്യണം? നമ്പർ 1, പ്രാർത്ഥിക്കുക. നമ്പർ 2, പാടുക. അപ്പോസ്തലപ്രവൃത്തി 16:25 മുതൽ അവർ അർദ്ധരാത്രിക്ക് പാടി സ്തുതിച്ചു. പാടിയാൽ വരും, ഞാൻ വിശ്വസിക്കുന്നു. അഭിഷേകത്തോടെ പാടണം, ശക്തിയോടെ പാടണം. ഇന്ന് രാത്രി ഇവിടെ വന്ന സ്ത്രീ വ്യത്യാസം, പുരുഷ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ഒരു അഭിഷേകത്തിന്റെ കവിഞ്ഞൊഴുക്ക് താബോർ IPCയിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. മൂന്ന്, പരിശുദ്ധാത്മാവ് വരാൻ അങ്ങനെ എന്നാ ചെയ്യണം? 3, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട, യോഗത്തിന് വന്നിരുന്ന എല്ലാവരുടെ അല്ല, വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്, ഇന്ന് രാത്രി നിങ്ങൾ വചനം കേട്ടോണ്ടായിരിക്കുന്നത്, ഇന്ന് രാത്രി നിങ്ങൾ പാടിക്കൊണ്ടായിരിക്കുന്നത് നിങ്ങളുടെ മേൽ വരും. ഇപ്പോൾ 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 ഒന്ന് ഹൃദയം ഒന്ന് തുറന്നു പിടിച്ചേ. മടുത്തുപോയവരും ക്ഷീണിച്ചു പോയവരും ഇവിടെ ഇരിപ്പുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടവരും ഇവിടെ ഇരിപ്പുണ്ട്. നിന്നെ ഉണർത്താൻ പോവുക ദൈവം. ദൈവം നിന്നോട് കരുണ കാണിച്ചിരിക്കുക. നിന്റെ മേൽ ഇന്ന നിഴല് വീഴുക, നിന്റെ മേൽ ഇന്ന ശക്തി വരിക. വേണമെങ്കിൽ പ്രാപിച്ചോ, വേണമെങ്കിൽ പ്രാപിച്ചോ, വേണമെങ്കിൽ സ്വീകരിച്ചോ.
നമ്മുടെ ഒരു യോഗം, അത് ചെറിയ മീറ്റിംഗ് ആണെങ്കിലും വലിയ മീറ്റിംഗ് ആണെങ്കിലും പരിശുദ്ധാത്മാവ് വരണമെന്നേ, ആത്മശക്തി വരണമെന്നേ. അത് വന്ന മുഖഭാവം മാറും, അത് വന്ന കെട്ടുകൾ പൊട്ടും, അത് വന്നാൽ വലിയ മാറ്റം സംഭവിക്കും. രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് നടക്കട്ടെ. കാര്യങ്ങളൊന്ന് ഗ്രഹിച്ചു പോകാം. പ്രാർത്ഥിക്കുമ്പോൾ വരും, പാട്ട് പാടുമ്പം വരും, വചനം കേൾക്കുമ്പം വരും, 4 സമർപ്പിക്കുമ്പം വരും. ലൂക്കോസ് 1:38 അതിന് മറിയ അടിയനിതാ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ, ഹിയർ ഐ ആം ready to serve. Here I am ready to serve. ആത്മാർത്ഥമായിട്ട് കർത്താവേ നിന്റെ കയ്യിലോട്ട് എന്നെ തരുന്നു ആ ഇരിക്കുന്നിടത്തിരുന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അഭിഷേകത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കും, ഞാൻ ഉറപ്പു തരാം. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ആറാമത്തെ കാര്യം പറയട്ടെ. പ്രാർത്ഥിപ്പിച്ചപ്പോൾ കേട്ടായിരുന്നോ? അപ്പോസ്തല പ്രവൃത്തി 8:15. അതാ ചെയ്തത്. ഇപ്പൊ പ്രാർത്ഥിപ്പിക്കണം. ആരെ കൊണ്ട്? അഭിഷേകമുള്ളവരെ കൊണ്ട്. അല്ലാതെ എങ്ങനെയാ? ആഗ്നസ് ഓസ്മാൻ ചാൾസ് പെർഹാമിനോട് പറഞ്ഞു എൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. 100 കൊല്ലം മുമ്പത്തെ കാര്യം പറയുന്നത്. ഹ്യൂസ്റ്റണിലാണ് നടന്നത്. അപ്പോസ്തല പ്രവൃത്തി വായിച്ച് ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞ് ഒരു അസൈൻമെന്റ് കൊടുത്തേച്ച് സാറെങ്ങാണ്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ആഗ്നസ് പറയുക, സാറേ അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ ആത്മാവ് വന്നു എന്ന ഭാഗം എന്നോട് ഇടപെട്ടു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇത് ഇടപെടുന്ന വചനമാന്നേ. ഇന്ന് രാത്രി ഇത് തീ കട്ടയാ, ഇത് ഇടപെടുന്ന വചനമാ. ഇതൊരു സാധാരണ മീറ്റിംഗ് ആയിരിക്കത്തില്ല. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇരുന്നു. ചാൾസ് പെർഹാം ബൈബിൾ കോളേജ് നടത്തുന്ന ആളാ, പക്ഷെ ആരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയില്ല. തലയെ കൈവച്ച് പ്രാർത്ഥിക്കാതെ ബൈബിൾ കോളേജ് നടക്കുന്നുണ്ട് ലോകത്തിൽ ഇഷ്ടം പോലെ. ഈ പെങ്കൊച്ച് നിർബന്ധിച്ചു, സാറൊന്ന് കൈവെക്കാൻ പറഞ്ഞു. ഈ പണ്ടൊരു അമ്മാവൻ മരുമകനെ സ്കൂട്ടർ പഠിപ്പിക്കാൻ പോയി. മരുമകൻ എങ്ങാണ്ട് ജോലിക്ക് വരികയായിരുന്നു. വന്നപ്പോൾ അമ്മാവനെ കാണാൻ ചെന്നു. നീ എന്നടാ നടന്നു വന്നേ? വീട്ടിൽ സ്കൂട്ടറില്ലേ? ഉണ്ട്, പക്ഷെ എനിക്ക് ഓടിക്കാൻ അറിയില്ല. ഞാൻ വരാം, നിന്റെ വീട്ടിലോട്ട് വരാമെന്ന് ചെന്നു.
പഠിപ്പിക്കാടാ. കയറിയിരുന്നേ. ആ, ഇടത്തെ കൈ കൊണ്ട് ക്ലച്ച് അമക്കിക്കേ. തിരിച്ചേ. ന്യൂട്ടർ 0 കണ്ടോ? ആ, അവിടെ കൊണ്ടുവന്ന് വെച്ചേ. ആ, താക്കോലിട്ട് തിരിച്ചു ചവിട്ടിക്കേ. ശരിയാവുന്നില്ല. അപ്പം പിന്നെ ഈ ധൈര്യമായിട്ട് ചവിട്ടിക്കോ, ഞാനല്ലേ കൂടെ ഉള്ളത്. 3ാമത്തെ ചവിട്ടിന് സ്റ്റാർട്ടായി. ക്ലച്ചും മുറുക്കെ പിടിച്ചിട്ട് ഫസ്റ്റിലേക്ക് ഇട്ടു. പതുക്കെ കൈവിടാൻ പറഞ്ഞു. ഒറ്റ വിടിയിൽ വണ്ടി എടുത്ത് ചാടി. അമ്മാവനും വീണു, മരുമാവനും വീണു. അമ്മാവൻ പറഞ്ഞു അങ്ങനെയൊന്നും നിരാശപ്പെടരുത്, വീണ്ടും തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം കൊണ്ട് അവനെ പഠിപ്പിച്ചു. അമ്മാവൻ പുറകെ കയറിയിരുന്നു, വിട്ടോളാൻ പറഞ്ഞു. ഫസ്റ്റ് ഗിയറിൽ കുറച്ച് നേരം പോയി. ഇച്ചിരി കഴിഞ്ഞ് സെക്കൻഡ് ഇടാൻ പറഞ്ഞു. തേർഡ്. നീ മിടുക്കനാണല്ലോടാ, നീ പെട്ടെന്ന് പഠിച്ചല്ലോ, ഓണൊക്കെ അടിച്ചു പൊക്കോളാൻ പറഞ്ഞു. പോയി കുറേ ദൂരം ചെന്നൊരു കലിങ്കയിലിരുന്നു, വിശ്രമിച്ചു. എന്നാൽ ഇനി തിരിച്ചു പോവാം. അപ്പോൾ ചെറുക്കൻ പറഞ്ഞു ഇനി എനിക്ക് വയ്യ, അങ്ങോട്ട് അങ്കിൾ ഓടിക്കേ. ഏയ് നീ ഓടിച്ചാൽ മതി, നിന്നെ പഠിപ്പിക്കാനല്ലേ ചാമാന്ന്, പ്ലീസ് അങ്കിൾ. അങ്കിൾ പറയാ എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ, ഓടിക്കാറിയില്ല. ഇങ്ങനത്തെ കുറേ അങ്കിളുമാരുണ്ട്. അഭിഷേകം തൊട്ട് തേച്ചിട്ടില്ല. ദൈവത്തെ ഓർത്ത് ഇന്നൊന്ന് കരഞ്ഞു പ്രാർത്ഥിയത്. ഒരു തീപ്പൊരിയെങ്കിൽ നിന്റെ മേത്തിന്ന് രാത്രി വീഴട്ടെ. നിന്റെ ആ ഉണക്ക നിലവാരം മാറട്ടെ. ഒരു കവിഞ്ഞൊഴുക്ക നിന്റെ അകത്തിന്ന് രാത്രി സംഭവിക്കട്ടെ. വാ തുറക്ക്. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ സ്തുതിക്ക, അല്ലാത്തവർ സ്തോത്രം പറ. ശബ രബ ലിബ രബ സര. എനിക്ക് ദൈവാത്മാവിനെ ബഹുമാനമാണ്, ഭയമാണ്. ഇപ്പം നമ്മൾ കൊണ്ടു നിർത്തിയ 5ാമത്തെ പോയിന്റ് പ്രാർത്ഥിപ്പിക്കുക എന്നല്ലേ. അപ്പൊ ആരാ പ്രാർത്ഥിക്കണ്ട? വാസ്തവത്തിൽ ഞാനല്ലേ പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തലയെ കൈവച്ച് പ്രാർത്ഥിക്കണേ. എനിക്ക് ഇനി 1.5 മണിക്കൂർ വേണം. അത് ഇന്ന് പ്രായോഗികമല്ല, കാരണം എനിക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. 5 മണിക്കൂർ ഡ്രൈവാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വിശ്വാസികളല്ലേ, നമുക്കൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒന്ന് ചെയ്താലോ? 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ്. പ്രസംഗം തീർന്നിട്ടില്ല, പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവിനെ പേടിയാണ്. ആത്മാവ് എന്നോട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്യാൻ പോകാം. ഒന്ന് എഴുന്നേറ്റ് പുസ്തകമൊക്കെ ഒന്ന് കസേര വെച്ച്. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? എന്നാ ഒന്ന് ഫേസ് ടു ഫേസ് തിരിഞ്ഞു തന്നെ. ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്. 2 കയ്യിലും ഒന്ന് പിടിച്ചേ. ആ, കണ്ണടച്ചോ, ആരെ നോക്കണ്ട. എവിടെയെങ്കിലും ഒരാൾ ഒറ്റപ്പെട്ടെങ്കിൽ കേട്ടെ, ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ 3 പേരായിട്ട് നിൽക്കുക. മക്കളെ, ഫേസ് ടു ഫേസ്. ആ, പ്രാർത്ഥിക്ക, പ്രാർത്ഥിക്ക, പ്രാർത്ഥിക്ക. അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്ക, ശക്തിയോടെ.
ആത്മശക്തി പ്രാപിക്കട്ടെ, അന്യഭാഷകൾ പ്രാപിക്കട്ടെ, കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി താബോർ IPC ഹാളിലും ലൈവിലും ഇത് കേൾക്കുന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കട്ടെ. കരങ്ങളടിച്ച് 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 ആമേൻ, ആമേൻ. 5 മിനിറ്റും കൂടെ ഇരുന്നാട്ട്. സുവിശേഷത്തിൽ പങ്കാളിയായ ഒന്നാമത്തെ സഹോദരിയുടെ പേര് മേരി. ഭർത്താവാകാൻ പോണ മനുഷ്യനോട് പോലും ചോദിക്കാതെ, അപ്പനോട് ചോദിക്കാതെ, അമ്മയോട് ചോദിക്കാതെ, അടിയനിതാ നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞവൾ ഇന്ന് ആരാ? ഓ, ലോകം അവളെ മറക്കുവോ? ദൈവം അവളെ മറക്കത്തില്ലല്ലോ. ഓ, എൻ്റെ കുഞ്ഞെ, ഒരു യഥാർത്ഥ സമർപ്പണം ഇന്ന് ചെയ്യാവോ? സുവിശേഷത്തിലൊരു പങ്കാളിയാകാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ വാക്ക് അവള് പറഞ്ഞ മാത്രയിൽ ആത്മശക്തി അവളുടെ മേൽ നിഴലിട്ടു. അവളുടെ ഉള്ളിൽ ദൈവപുത്രൻ പിറന്നു. ഇന്ന് രാത്രി ചിലരുടെ അകത്ത് ദൈവപുത്രൻ ജനിക്കട്ടെ. രണ്ടാമത്തെ ആൾ ആരാന്ന് പെട്ടെന്ന് പറയാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 21 വരെ. ആ, പിന്നെ
ആ ആ. ഉം. വിചാരിച്ചു, പറഞ്ഞില്ല, വാട്സപ്പിൽ ഇട്ടില്ല, മനസ്സിൽ വിചാരിച്ചു എനിക്ക് ഈ കേസ് കെട്ട് വേണ്ട. അതൊരു ന്യായമായ കാര്യമല്ലേ? ഒരു ആമ്പിള്ളേർക്ക് ഇങ്ങനെയൊരു ചീത്തപ്പേര് വന്നാൽ പിന്നെ അവർ പിടിച്ചു നിൽക്കുമോ? അടുത്ത വാക്യം. ആ, ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആ ആ ആ ആ മതി. ഒച്ച പറയാതെ പതുക്കെ പറയാം. നിങ്ങളാണ് സമ്മതിക്കുമോ? ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ചോദിക്കുന്നു, നിങ്ങളാണ് സമ്മതിക്കുമോ? അവൻ മനസ്സിൽ തീരുമാനിച്ചതാ, അവൻ മാന്യനാ, അവനൊരാളെ അപമാനിക്കുകയില്ല, ലോകാപവാദം വരുത്തരുത്. ആ പെൺകുട്ടിയുടെ ഭാവി ഞാനായിട്ട് തകർക്കുന്നില്ല, ഞാനങ്ങ് ഒഴിഞ്ഞു മാറി കുറച്ച് നാളത്തേക്ക് ഗൾഫിനെങ്ങാനും പൊക്കോളാം. നമ്മുടെ ഭാഷ പറയുക. ദൈവം അവനോട് സ്വപ്നത്തിൽ ഇടപെട്ടു. നോ, ഡിസിഷൻ മാറ്റണം. എന്താ ജോസഫിന്റെ പ്രത്യേകത എന്ന് ഞാൻ പറയട്ടെ. അവന്റെ തീരുമാനം മാറ്റാൻ ഒരു സ്വപ്നം മതി. അവന് ദൈവവുമായിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ദൈവം ഇന്നും സ്വപ്നത്തിലൂടെ ഇടപെടുന്നവനാ. നീ അത് സ്വീകരിക്കാൻ ഒരുക്കമാണെങ്കിൽ ദൈവം സ്വപ്നം തരും. അവനവന്റെ തീരുമാനം മാറ്റി. സുവിശേഷത്തിൽ പങ്കാളിയായ രണ്ടാമത്തെ ആള് ജോസഫ്. അവന്റെ ജീവിതം പോയില്ലേ? ഞാൻ ചോദിക്കുന്നത്, അവന്റെ ജീവിതം പോയില്ലേ? എനിക്ക് ഓപ്പണായിട്ട് അതിൽ കൂടുതൽ പറയാനൊക്കെയല്ല. അവൻ എവിടെയെങ്കിലും ഹണിമൂൺ പോയോ? ഹണി ഉണ്ടായിട്ട് വേണ്ടേ പോകാൻ? പ്രായപൂർത്തിയായവർക്ക് ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായിട്ടുണ്ട്. ലൈഫില്ലല്ലോ, വെറുതെ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ. നോ ഫാമിലി ലൈഫ്. എന്തിനു വേണ്ടി? നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി. ഒരു പങ്കാളി, മേരി അവളുടെ ജീവിതം കൊടുത്തു, ജോസഫ് അവന്റെ ജീവിതം കൊടുത്തു. എന്നിട്ടോ കൊച്ചിനെ എടുത്തോണ്ട് ഓടിക്കോടാ. സ്വപ്നമാണ്, ഓടുക. ആർക്ക് വേണ്ടി? രക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി. നമുക്ക് ഈ ജോസഫിനോട് മേരിയോടൊക്കെ എന്നാ കലിപ്പാന്നറിയോ? എങ്ങനെ വന്നാന്നറിയാൻ മേല, അറിയാതെ മനസ്സിനകത്ത് കയറിപ്പോയതാണ്. എൻ്റെ പിന്നെ അവരൊക്കെ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരല്ലേ. അവരെ ആരാധിക്കുന്നുണ്ട് ചിലരൊക്കെ. അതിന് ആ പാവം മനുഷ്യരോട് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? മേരി മൊട്ടത്തോടാണ്, പഴത്തൊലിയാണ്. ഈ പറഞ്ഞു വരുമ്പോൾ ഒരു രസത്തിന് പറയുന്ന, പഴം തിന്നിട്ട് തൊലി കളയല്ലേ, ആരെങ്കിലും തൊലി തിന്നുമോ? കേൾക്കുന്നൊരു കൈയടിച്ചു. പഴം ആരാ? യേശു ക്രിസ്തു. തൊലി ആരാ? മേരി. മൊട്ടത്തോട് മേരി, കോഴിക്കുഞ്ഞ് യേശു. പ്രഭാഷണത്തിൻ്റെ അകത്ത് ഒരു അലങ്കാരമേ ഉള്ളൂ ഇതൊക്കെ. മേരി മൊട്ടത്തോടൊന്നുമല്ല, മേരി പഴത്തൊലിയൊന്നുമല്ല. അതിൻ്റെ വല്ല 1000-1 നീ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഈ വലിയ ഗവേല ഇവിടെ നിൽക്കുന്നതേ മേരി അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടല്ലേ അല്ലേ? ലോകപ്രസിദ്ധ സുവിശേഷകർ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? അവരവരുടെ ജീവിതം വെച്ചു കൊടുത്തു ഇതിനാണ്. ഞാൻ ഇന്ന് ബൈബിൾ ദ വേർഡ് മ്യൂസിയം കാണാൻ കയറി. ഇച്ചിരി സമയമുള്ളപ്പോഴല്ലേ പറ്റുള്ളൂ. വില്യം കേറിയുടെ പടം, വില്യം ചിൻഡെയിലിന്റെ പടം,
ജോൺ വെസ്ലി വേദപുസ്തകം തർജ്ജമ ചെയ്തവരുടെ പടം ആദ്യം കാണുന്നത്. അത് കാണുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോവുക. കോയമ്പത്തൂരിന് തൊട്ടടുത്ത് ബൈബിൾ എത്താത്ത ഒരു ഭാഷയുണ്ട്. വിക്ലിഫ് ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ അവിടെ പോയി. ഞങ്ങളുടെ ചർച്ച് മൊത്തം പോയി. ചർച്ചിലെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്നപ്പോൾ അവർക്ക് കുടിവെള്ളം ഇല്ല. ഞങ്ങളുടെ സഭയിലെ പിള്ളേർ പറഞ്ഞു നമുക്കൊരു കിണർ ഡൊണേറ്റ് ചെയ്യാം. കാണുമ്പോഴല്ലേ പ്രേരണ വരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ ഒടുവിലേക്ക് എത്തി. സുവിശേഷത്തിന് വേണ്ടി പങ്കാളികളായവരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് എടുക്കണം. വില്യം കേറി ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് എന്താ ഇൻവെസ്റ്റ് ചെയ്തേ? ഭാര്യ മരിച്ചതും കൊച്ചു മരിച്ചതും എല്ലാം ഇതിനു വേണ്ടിയല്ലേ? ഞാൻ 6 പേരെയോ ഒക്കെ പറയാമെന്ന് പറഞ്ഞില്ലേ? എല്ലാം കൂടി ഒറ്റയടിക്കങ്ങ് പറഞ്ഞേക്കാം. മർക്കോസ് 2-ാം അധ്യായം. ഹല്ലേലൂയ. പങ്കാളി മർക്കോസ് 2. യേശു വീട്ടിലുണ്ടെന്ന ശ്രുതിയായി പലരും വാതിക്കൽ പോലും ഇടയില്ലാതെ വന്നു. വീട് നിറച്ച ആളായി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുണ്ട് അവൻ്റെ അടുക്ക വന്നു. ഒരാളെയെങ്കിലും ചുമക്കാവോ? എങ്ങനെയാ ചുമക്കുന്നേ? വണ്ടിക്കൂലി കൊടുത്തിട്ടോ അല്ലെ കാറെ കയറ്റിയിട്ടോ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോകും. പഴയ പോലെ ചുമക്കണ്ടല്ലോ, ഇപ്പോൾ വണ്ടിയുണ്ടല്ലോ. ഒരാളെ വിളിച്ചുകൊണ്ട് വരാൻ മേലായിരുന്നു. എത്ര കസേരയാ ബാക്കി കിടക്കുന്നത്? പവർ വിഷനിൽ കയറി വചനം കേൾക്കാൻ 10 പേരോട് ഫോൺ വിളിച്ച് പറ. എല്ലാ ദിവസവും 6 മണിക്ക് ഞാനൊരു ഷോർട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് പറ 10 പേരോട്. ചുമന്നു. അടുത്ത വാക്യം നോക്കി. അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവനെ സൗഖ്യമാക്കി. അപ്പം ഞാൻ പറഞ്ഞ 6-ൽ 4 പേര് വരാം. സ്തോത്രം. അവരെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ച്. അവരിങ്ങനെ ഹൗസ് വിസിറ്റിങ്ങിന് പോയിരിക്കുക. ഇങ്ങനെ യേശു ഇവിടെയുണ്ട്, മീറ്റിംഗ് ഉണ്ട്, വരണമെന്ന് പറയാൻ. അവിടെ ആരും വരികയില്ല. കാരണം യേശുവിനെ സ്വീകരിക്കുന്നവരെ കല്ലെറിയുന്ന കാലമാണ്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ കുറേ കൊല്ലമായിട്ട് കിടപ്പ് രോഗിയാണ്. അപ്പോൾ അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞത് അവനെ വേണേൽ കൊണ്ടുകൊള്ളണം. നമ്മുടെ സഭയിലൊക്കെ ആദ്യകാലങ്ങളിൽ വന്നത് ഇങ്ങനെയുള്ളവരാ. ഒഴിയാബാധ പിടിച്ചവരും ആഭിചാരത്തിൽ കെട്ടപ്പെട്ടവരും കുടുങ്ങിയവരും തകർന്നവരും ഒക്കെയാണ് വന്നത്. പിന്നെ ആ സ്ഥിതി ഒരു മാറ്റം വന്നത്. അപ്പനും അമ്മയും കൂടെ പറഞ്ഞു ഇവനെ വേണേ കൊണ്ടുപോകും. ഇവർ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിടിച്ചാലോ? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു എടാബേ ഇത് റിസ്ക് അല്ലേ? എടാബേ റിസ്ക് എടുക്കാതെ വല്ലതും നടക്കുമോ? നമുക്കൊന്ന് റിസ്ക് എടുക്കാൻ കർത്താവ് സഹായിക്കും. അന്നേരം 4-മത്തവൻ പറഞ്ഞു എടാ സൗഖ്യം ആയില്ലെങ്കിൽ എന്നെ എടുക്കും. ഒന്ന് ഓർത്ത് വയ്ക്കുക. സൗഖ്യം ആയില്ലെങ്കിൽ ഇത് ഇരിപ്പ് മുതലാ. ചില അംബാസഡർ വണ്ടി മേടിക്കുന്ന പോലെയാ. വീട്ടിൽ കിടക്കുകയുള്ളൂ. പിന്നെ ആ സാധനം അങ്ങോട്ട് പിന്നെ കൊണ്ടുവരാൻ നോക്കുകയില്ല. അവർ പറഞ്ഞാൽ വിട്ടെ. ഇതിപ്പോൾ ആയുർവേദം കൊടുത്തിട്ടിരിക്കുക, അനങ്ങരുതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചോന്നുകൊണ്ട് പോക്കോ, നടന്നിഞ്ഞ് വരുമെങ്കിൽ വിട്ടാൽ മതി. തിരിച്ച് ചോന്നുകൊണ്ട് വരാൻ നോക്കുകയില്ല. അവർക്ക് എങ്ങനെയും ഒന്ന് മാറിക്കിട്ടണമെന്ന് ഓർത്തിരിക്കുക. ഇവർ രക്തത്താൽ ജയം എന്ന് പറഞ്ഞ് ചുമക്കുക. ഗ്ലോറി 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 യേശുവിൻ്റെ നാമം. റിസ്ക് എടുത്തിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. ഒറ്റയ്ക്ക് വിശ്വാസി എന്ന ഒരു കത്തോലിക്ക പയ്യൻ, അവൻ്റെ കല്യാണം ഒരു വിശ്വാസി പെങ്കൊച്ചുമായിട്ട് ഉറച്ചു. ഞാനാ കല്യാണം നടത്തുന്നത്. പ്രാർത്ഥിച്ചിറക്കാൻ ലോക്കൽ പാസ് പോയിരിക്കുക. അമ്മ ചൂലെടുത്തിട്ട് പറഞ്ഞു എൻ്റെ മോനെ നീ പ്രാർത്ഥിച്ചിറക്കണ്ട. ഓടിച്ചു.
അപ്പൊ ഈ പാസ്റ്റർ എന്നെ വിളിച്ച്, പാസ്റ്ററെ കല്യാണം നടക്കുകയില്ല. അതിനാ മോനെ, നമുക്കുണ്ടല്ലോ നിന്റെ ഹീതം, അതൊക്കെ പാടണ്ടേ പ്രാർത്ഥിച്ചിറക്കണമെങ്കിൽ. ഉയർത്തിയിടും ഞാൻ, ഇതെല്ലാം പാടാനായിട്ട് തയ്യാറായി പോയതാ. ഒരു ടൂലെടുത്താ പിന്നെ വല്ലതും നടക്കൂ. അവൻ ഓടി, പാസ്റ്റർ കല്യാണം ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു നടക്കുകയില്ലെന്ന്? ചെറുക്കനോട് ഞാൻ ഇറങ്ങി പോരാൻ പറ, ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. എന്റെ പെണ്ണെ, ഇതൊക്കെ സൗകര്യം ഉണ്ടെങ്കിലല്ലേ ചെയ്യുന്നേ. ചടങ്ങ് മാത്രമായിട്ട് ഇപ്പൊ മാറിയില്ലേ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിറക്കണമെന്ന് എന്റെ ബൈബിളിലില്ല. ഇനി പോരാൻ പറഞ്ഞു, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി പോരാൻ പറഞ്ഞു. അവൻ ഇറങ്ങിപ്പോന്നു. അവൻ മിടുക്കനാ. പെണ്ണും വന്നു, ചെറുക്കനും വന്നു. ഈ കാര്യം പറഞ്ഞപ്പോ അവൻ ഇറങ്ങാൻ തുടങ്ങിയ ഉടനെ അമ്മ പറയാ, ഇറങ്ങുന്നത് കൊള്ളാം, ഈ വീട്ടിലോട്ട് പെണ്ണിനെ കൊണ്ട് വന്നാക്കരുത്. ഉടനെ പാസ്റ്റർ എന്നെ വിളിച്ചു. കല്യാണം കഴിഞ്ഞാൽ അവിടെ കയറ്റി കയറുന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലോട്ട് വിട്ടേര്. എൻ്റെ വീട്ടിൽ ഇപ്പൊ പിള്ളേരില്ലാത്തതുകൊണ്ട് മുറി 2 എണ്ണം ഫ്രീയാ. ഞാനൊരു ചുമ്മാ ഒരു ധൈര്യം വെച്ചൊക്കെ പറഞ്ഞതല്ല, വരുവാണെ പെട്ടത് തന്നെയാ. പക്ഷെ എനിക്കറിയാം, ഈ അമ്മച്ചിമാര് ചുമ്മാ ഒച്ച വെക്കുന്നതേ ഉള്ളൂ, അതിലൊന്നും കഥയില്ലെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ ഞാൻ അവരെ പ്രാർത്ഥിച്ചു പറഞ്ഞു, മോനെ നീ ഒരു വണ്ടി വിളിച്ച് ധൈര്യമായിട്ട് വീട്ടിലോട്ട് ചെല്ലേ, അമ്മ ഇറക്കി വിടുകയെന്ന് പറഞ്ഞു. ഇവരൊക്കെ ചിലപ്പോൾ അമ്മ നിലവിളക്കായിട്ട് നിൽക്കുക, പഴയ രീതിയല്ലേ. ഇത് എൻ്റെ മോളാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വീട്ടിലോട്ട് ചെല്ലും. റിസ്ക് എടുക്കണം, ഒരു സ്റ്റെപ്പ് എടുക്കാതെ പറ്റിയല്ല. ചുമക്കണം. അവരിങ്ങനെ രക്തം ചെയ്യും പറഞ്ഞു വന്നു. ഇനി ഇങ്ങോട്ട് നോക്കിയേ, താബോർ ചർച്ചിന്റെ വാതുക്ക വരിക. ഇവിടെയാണ് യേശു ക്ലാസ് എടുക്കുന്നത്. ആ വാതുക്ക വന്നു. അപ്പം അവിടെ ഇരിക്കുന്ന 2 അച്ചായന്മാരും 2 അമ്മച്ചിമാരും പറഞ്ഞു, ഇതിലെവിടെ കൊണ്ടുപോകാനും ഒക്കെയല്ല, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ നിറച്ച ആളുണ്ടെന്ന് മനസ്സിലാക്കണം. ഇത്രയും നേരം കഴിഞ്ഞ് എവിടെ പോയിരിക്കുകയായിരുന്നു? പറ്റിയല്ല. ഉടനെ അവരാടോറെ വന്നു, അവിടെയും തടഞ്ഞു. ഇവിടെ വന്ന സഹോദരിമാർ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു. ലേഡീസിൻ്റെ ഇടയിൽ കൂടിയാണോ? വചനം കേട്ടിങ്ങനെ ബലപ്പെട്ടിരിക്കുകയായതുകൊണ്ട് മറ്റാരെയും കയറ്റാത്ത അവസ്ഥയാണ്. അതും കിടപ്പ് രോഗി. വല്ലതും 10 രൂപ സ്വതരാഴ്ച ഇടുന്നവനാണേ വേണ്ടിയല്ല, ഇത് അങ്ങോട്ട് കൊടുക്കണം. ആരും കയറ്റിയില്ല. ഈ 4 പേരും വീണ്ടും രക്തം ചെയ്യാൻ പറയുക, കാരണം ഇത് തിരിച്ചു കൊണ്ടുപോകാൻ ഒക്കുകയല്ല. നിങ്ങളൊന്ന് ഭാവന കണ്ടുപോയി. എൻ്റെ ഭാവന പറയാം. ഉടനെ മൊബൈൽ ഫോൺ എടുത്തു. വീട്ടിൻ്റെ ഉടമസ്ഥനകത്ത് മീറ്റിങ്ങിൽ ഇരിക്കുക. ചേട്ടാ, ഞങ്ങളൊരു കേസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിനെ പള്ളിക്കകത്തോട്ട് കയറ്റുകയല്ല. വിശ്വാസികളെല്ലാം ആത്മീയമായി വളർന്നിരിക്കുന്നത് കൊണ്ട് ഒറ്റയാളെ വെളിയിൽ നിന്ന് കയറ്റുകയല്ല. അപ്പൊ ആ വീട്ടുകാരൻ പറഞ്ഞു കേൾക്കണോ? ഒന്നും പേടിക്കണ്ട, എൻ്റെ വീട് അഡ്ജസ്റ്റ് ചെയ്യാതെ പോലെയാണ് ഞാൻ പണിതിരിക്കുന്നത്, വാർക്കയല്ല. വേണ്ടി വന്നാൽ ഓപ്പണാക്കാം. ആ പുള്ളി ഇറങ്ങി വന്നു, വീട് പൊളിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഈ സാധനത്തിന് എങ്ങനെ മുകളിൽ കയറ്റുന്നു? കപ്പക്കിഴങ്ങോ കുരുമുളകോ ഒക്കെയാണ് എങ്ങനെയും കയറ്റാം. ഇത് അർത്ഥപ്രാണനായ മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു 4 കയറ് വേണം, കട്ടിലിൻ്റെ 4 മൂല സ്ട്രോങ് ആയിട്ട് കെട്ടണം, ഇടയ്ക്ക് പോകരുത്. റിസ്ക് ആണേ. എന്നിട്ട് എങ്ങനെയാ ഇത് ഒപ്പിച്ചതെന്ന് എനിക്കറിയാൻ മേലെ. മോളിൽ കയറി എന്നിട്ട് വലിച്ചു, പതുക്കെ ഇങ്ങും മുട്ടാതെ. എന്നെ ഐക്യതയല്ലേ? ഒരാത്മാവിനെ നേടാനാണ് ഇങ്ങനെ ഐക്യത വേണ്ടത്. ഈ കിടപ്പ് രോഗി അവിടെ കിടന്നുകൊണ്ട് എന്നെ എടുക്കുകയായിരിക്കും, ഓർത്ത് നോക്കി. എൻ്റെ പൊന്നിയേട്ടന്മാരെ, എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ നിങ്ങൾ? എന്നെ കാണിക്കണം, ഇതിൻ്റെ മുകളിൽ നിന്ന് എന്നെ താഴെ ഇടാനാണോ? അപ്പം അവർ പറഞ്ഞു, പ്രാർത്ഥിച്ചോണ്ട് കണ്ണടച്ച് കിടന്നോ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വലിച്ചു മോളിൽ കയറ്റി. നമ്മുടെ ഈ കിടപ്പ് രോഗി വിചാരിച്ചു കാണും, ആശ്വാസമായെന്ന്. ഇല്ല, ഇനി താഴോട്ടൊരു ഇറക്കമുണ്ട്. ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടല്ലോ. ഇറങ്ങുക, അതാ അതിനേക്കാൾ പാട്. ഒരു മൂല കൂടുതൽ ഇറങ്ങിയാൽ തലയും കുത്തി താഴെ വീഴും. കൃത്യ ലെവലിൽ ഇറക്കി. മീറ്റിംഗ് നടക്കുകയാണ്, ഇതേ ഇവിടെ കൊണ്ടുവച്ചു. കർത്താവ് പ്രസംഗം നിർത്തിയിട്ട് അവരെ സൗഖ്യമാക്കി.
എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ കട്ടിലെടുത്ത് തലയിൽ വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇതേ ബാലരമയിലെ കഥയല്ല, നടന്ന സംഭവമാണ്. അവര് സുവിശേഷത്തിൽ പങ്കാളിയായി. 4 പേര്, വീട്ടുകാരനൊന്ന് 5, മറിയ 6, ജോസഫ് 7. ഒരു പങ്കാളിയാവാവും ഇന്ന് രാത്രി. വീട് പൊളിച്ചു കൊടുത്തു. ആരെങ്കിലും ആട്ടെ, ആരാന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട്, അതൊന്നുമല്ല എൻ്റെ വിഷയം. നിന്റെ വീട് സുവിശേഷത്തിന് വേണ്ടി തുറക്കാവോ? ഒരു ബൈബിൾ സ്റ്റഡി തുടങ്ങാവോ? അയൽക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ? സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശത്ത് ഒരു ചർച്ചിന് വേണ്ടി വർക്ക് ചെയ്യാവോ? ഇപ്പോൾ ചെയ്യുന്നത് കൂടാതെ ചെയ്യാവോ? ഈ ദേശത്ത് 10 ചർച്ച് പുതിയത് വരട്ടെ. സുവിശേഷത്തിൽ ഒരു പങ്കാളി. കണ്ണുകളടയ്ക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ ഒരു മിനിറ്റ് കൈകളൊന്ന് ഉയർത്തി പിടിക്കാമോ? ഞങ്ങളുടെ പ്രിയ കർത്താവേ, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകാൻ ഞങ്ങളെല്ലാവരും കൂടെ 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി ഒരു തീരുമാനം കൂടി എടുക്കുന്നു. ഞങ്ങളെ സഹായിക്കണേ. ഈ ചർച്ച് ഇനിയും അനേക സഭകളെ സ്ഥാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ.